ഗോൾഡ് ബാക്കിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ഗോൾഡ് ബാക്ക് വന്നിട്ട് നമുക്കൊരു എനിഗ്മ കോൺസെപ്റ്റ് ആണ്. ICT, നിങ്ങൾക്ക് ICT അറിയാത്തവർക്ക് ഇന്നർ സർക്കിൾ ട്രേഡർ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ICTന്റെ ചാനല്. സോ ഇന്നർ സർക്കിൾ ട്രേഡർ, സോ ഇന്നർ ICT, ഇന്നർ സർക്കിൾ ട്രേഡർ. സോ അറിയാത്തവർക്കായിട്ട് പറയാം, ഇന്നർ സർക്കിൾ ട്രേഡർ, ദ ഗോസ്റ്റ് ഇൻ ദ മെഷീൻ, സ്മാർട്ട് മണി കോൺസെപ്റ്റ്, ദ ഓതർ ഓഫ് ദ സ്മാർട്ട് മണി കോൺസെപ്റ്റ് ഈസ് ദ മെന്റർ ഓഫ് അവർ മെന്റർ. ഐ ആം ദ മെന്റർ ഓഫ് യുവർ മെന്റർ. നോക്കൂ. സോ ICTനെ അറിയാത്തവര് ICTന്റെ ചാനൽ വന്നിട്ട് നോക്കിയാൽ മതി. ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും ഫ്രീ ആണ്, എല്ലാ കണ്ടന്റ്സും വന്നിട്ട് ഫ്രീ ആണ്. നമ്മൾ കാശ് കൊടുത്ത് എവിടെയും പോയി പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ. സോ ICT ഇദ്ദേഹം ഒരു വലിയൊരു കോൺസെപ്റ്റ് വന്നിട്ട് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ല. അതിനെയാണ് പലരും IMB24 നോഡ് അങ്ങനെയൊക്കെ പറഞ്ഞ് പല പേരുകളിൽ ഈ എനിഗ്മ കോൺസെപ്റ്റ് വന്നിട്ട് ഇദ്ദേഹം ആർക്കും പറഞ്ഞു തന്നിട്ടില്ല. സോ നമ്മൾ കോപ്പി പ്ലാക്ക ഒരു OG ചാർട്ടർ ICT ഒരു ചാർട്ടർ മെമ്പർ വന്നിട്ട് നമുക്ക് ഗോൾഡ് ബാക്ക് എന്ന പേരിൽ നമുക്ക് ഒരു കോൺസെപ്റ്റ് വന്നിട്ട് ഒരു തിയറി വന്നിട്ട് നമുക്ക് പറഞ്ഞു തന്നിരുന്നു. ഇത് 100% മാർക്കറ്റിൽ വർക്കിംഗ് ആണ്. 100% മാർക്കറ്റിൽ ഈ ലെവൽസ് വന്നിട്ട് വർക്കിംഗ് ആണ്. പേഴ്സണലി ഞാനും ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ആ ലെവൽസ് ആണ് ട്രേഡ് ചെയ്യാനായിട്ട്. സോ ഇത് വന്നിട്ട് നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റ്, ഫോറക്സ് മാർക്കറ്റ്, US മാർക്കറ്റ്, എല്ലാ മാർക്കറ്റിലും, ക്രിപ്റ്റോ എല്ലാ മാർക്കറ്റിലും പക്കയായിട്ട് വർക്കാവും. 100% ഇത് വർക്കാവും. സോ ഈ ലെവൽസിന്റെ പ്രാധാന്യം അത്ര കണ്ട് മാർക്കറ്റിൽ നമുക്ക് അറിയാനുണ്ട്. സോ ഈ ലെവൽസ് വന്നിട്ട് ദ റിയൽ PDRA മാട്രിക്സ്, പ്രൈസ് ഡെലിവറി അറേ എന്നാണ് PDRA എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ICTയുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് ഈ ലിക്വിഡിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഈ മാർക്കറ്റ് ഇതാണ്. സോ അപ്പോൾ ലിക്വിഡിറ്റി, ബൈ സൈഡ് ലിക്വിഡിറ്റി, സെൽ സൈഡ് ലിക്വിഡിറ്റി, ഈ രണ്ട് ലിക്വിഡിറ്റി വെച്ചിട്ടാണ് മാർക്കറ്റ് വന്നിട്ട് വർക്ക് ആവുന്നത്. ഇംബാലൻസ് ആൻഡ് ലിക്വിഡിറ്റി, ഇൻഎഫിഷ്യൻസീസ്. മാർക്കറ്റ് വന്നിട്ട് ലിക്വിഡിറ്റി എടുത്തിട്ട് അപ്പം തന്നെ പോയി റീപ്രൈസ് ചെയ്യുന്നു, ഒരു ഇംബാലൻസിനെ റീപ്രൈസ് ചെയ്യുന്നു. അപ്പൊ ലിക്വിഡിറ്റി എന്നാൽ എന്ത്? ബിഡ് ആൻഡ് ആസ്ക്. നമ്മൾ ഇൻജക്ട് ചെയ്യുന്ന നമ്മുടെ മണി ഈസ് ലിക്വിഡിറ്റി. നമ്മൾ ബ്രോക്കറിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന കാശ്. സോ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ മണി ഇത് തന്നെയാണ് ലിക്വിഡിറ്റി. ഓർഡർ ട്രിഗർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പണം, ഇതാണ് ലിക്വിഡിറ്റി. സോ ഈ ലിക്വിഡിറ്റി വെച്ചിട്ടാണ് മാർക്കറ്റ് വന്നിട്ട് വർക്ക് ആവണത്. സോ അപ്പം മാർക്കറ്റ് വന്നിട്ട് ശരി, പലരും ഒരു തെറ്റിദ്ധരിച്ച് വെച്ചേക്കുന്ന ഒരു കാര്യമാണ്. സോ നമ്മുടെ ലേണിംഗ് പാത്ത് അതാണ്. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പഠിച്ചു വെച്ചേക്കണത്. പലരും വന്നിട്ട് എന്താ പഠിച്ചു വെച്ചേക്കണത്? മാർക്കറ്റ് വന്നിട്ട് ബൈ പ്രഷർ കൊണ്ടോ സെൽ പ്രഷർ കൊണ്ടോ വർക്കാവുന്നു എന്നാണ്. ബൈ പ്രഷർ കൊണ്ടും സെൽ പ്രഷർ കൊണ്ടും വർക്കാകുന്ന ഒന്നല്ല ഇന്റർനാഷണൽ മാർക്കറ്റ്. സോ കേൾക്കുമ്പോൾ ഷോക്കിംഗ് ആയിരിക്കും, ബട്ട് ദ ഫാക്ട് അതാണ് ഫാക്ട്. ഓക്കെ. സോ പ്രഷർ നമ്മൾ ബൈ ചെയ്യുന്നതുകൊണ്ടോ സെല് ചെയ്യുന്നതുകൊണ്ടോ അല്ല മാർക്കറ്റ് വർക്ക് ആവണമെങ്കിൽ പിന്നെ എങ്ങനെ മാർക്കറ്റ് വർക്ക് ആവണത്? ബൈ ചെയ്യുന്നതുകൊണ്ടോ സെല് ചെയ്യുന്നതുകൊണ്ടോ അല്ല മാർക്കറ്റ് വർക്ക് ആവുന്നത് എങ്കിൽ പിന്നെ എങ്ങനെ മാർക്കറ്റ് വർക്ക് ആവുന്നു? ദിസ് ഇസ് ആൽഗോറിതം ബേസ്ഡ് ആണ് മാർക്കറ്റ്. മാർക്കറ്റ് ഓൾറെഡി പ്രീ കോഡഡ് ആണ്. മാർക്കറ്റ് വന്നിട്ട് കോഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒന്നാണ്. നാളത്തെ മാർക്കറ്റ് ഇന്ന് ആ സെറ്റിൽമെന്റ്സ് അനുസരിച്ച് അത് ഓൾറെഡി കോഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത് നമ്മൾ നമ്മുടെ ബൈ പ്രഷർ കൊണ്ടോ സെൽ പ്രഷർ കൊണ്ടോ കയറി ഇറങ്ങി പോണതല്ല മാർക്കറ്റ് വന്നിട്ട്. സോ പലരും ഇത് അക്സെപ്റ്റ് ചെയ്യില്ല, ബട്ട് അതാണ് സത്യം. നിങ്ങൾ പഠിച്ച് ഒരു ലെവൽ എത്തുമ്പോൾ, നിങ്ങൾ ICT കോൺസെപ്റ്റ് ആയാലും നിങ്ങൾ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കും. സത്യമായിട്ട് നിങ്ങൾക്ക് ഇത് തിരിച്ചറിയാൻ പറ്റും. സോ അപ്പോൾ ഇതാണ് ട്രൂത്ത്. ബൈ പ്രഷർ കൊണ്ടും സെൽ പ്രഷർ കൊണ്ടും അല്ല. ഇതൊരു അൽഗോറിതമാണ് മാർക്കറ്റ് വർക്ക്. ഇതിന്റെ ഒരു അൽഗോറിതം ബേസ്ഡ് ആണ് മാർക്കറ്റ് വന്നിട്ട്. ആ ആൽഗോയാണ് മാർക്കറ്റിനെ വർക്കാക്കുന്നത്. ഓക്കെ.
സോ ഈ ലോ ഈ ലോയ്ക്ക് താഴെ സെൽ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്, സെൽ ഓർഡേഴ്സ് ഉണ്ട്. അതേപോലെ ഈ ഹൈക്ക് മുകളിൽ ബൈ ഓർഡേഴ്സ് ഉണ്ട്. സോ മാർക്കറ്റ് എന്ത് ചെയ്യും? ഈ സെൽ സൈഡ് ലിക്വിഡിറ്റി ക്ലിയർ ചെയ്തിട്ട് ഉടനെ ഈ ഫെയർ വാല്യൂ ഗ്യാപ്സ് വന്നിട്ട് ഫുൾഫില്ല് ചെയ്യുന്നു. സോ ഇതാണ് മാർക്കറ്റ് വർക്കിംഗ് കണ്ടീഷൻ. മാർക്കറ്റ് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ വർക്കാവും. രണ്ട് കാര്യങ്ങളെ ഇബ്ഡ എന്ന് പറയുന്നത് ഇന്റർ ബാങ്ക് പ്രൈസ് ഡെലിവറി അൽഗോറിതം. ഈ അൽഗോറിതത്തിനെയാണ് ഇന്റർ ബാങ്ക് പ്രൈസ് ഡെലിവറി അൽഗോറിതം എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന ഈ അൽഗോറിതം വന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എവരി ലോ, ഓൾഡ് ലോസ് ആൻഡ് ഓൾഡ് ഹൈസ്, ഇതിന് മുകളിലും താഴെ എന്തുണ്ട്? ബൈ സൈഡ് ലിക്വിഡിറ്റിയും സെൽ സൈഡ് ലിക്വിഡിറ്റിയും ഉണ്ട്. സോ ഈ ആൽഗോ എന്ത് ചെയ്യുന്നു? ഈ അൽഗോറിതം എന്ത് ചെയ്യുന്നു? പ്രൈസ് ഇവിടെ വന്നിട്ട് ഈ ലിക്വിഡിറ്റി പർജാകുന്നു. ഈ ലിക്വിഡിറ്റിനെ എടുത്തതിന് ശേഷം, സോ ലിക്വിഡിറ്റി എന്താണ്? ലിക്വിഡിറ്റി വന്നിട്ട് മണിയാണ് ലിക്വിഡിറ്റി. ഓർഡേഴ്സ്, ബൈ ഓർഡേഴ്സ് ആൻഡ് സെൽ ഓർഡേഴ്സ് ആണ് ലിക്വിഡിറ്റി. സോ ഈ ലിക്വിഡിറ്റിനെ എടുത്തതിന് ശേഷം പ്രൈസ് വന്നിട്ട് ഈ ഇംബാലൻസിലേക്ക് റീപ്രൈസ് ചെയ്യുന്നു. ഓക്കെ, സോ പ്രൈസ് ഈ ലിക്വിഡിറ്റി എടുത്ത ഉടനെ പ്രൈസ് വന്നിട്ട് ഇംബാലൻസും റീപ്രൈസ് ചെയ്യുന്നു. സോ ഹൈലി എഫിഷ്യന്റ് മാർക്കറ്റാണ്, ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ലിക്വിഡിറ്റി സീക്ക് ചെയ്യുന്നു, ഇംബാലൻസ് റീപ്രൈസ് ചെയ്യുന്നു. സോ അവിടെ വന്നിട്ട് സെറ്റിൽമെന്റ്സ് വന്നിട്ട് ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിലാണ് ആൽഗോ കോഡിംഗ് ആണ്. ഈ മാർക്കറ്റ് വന്നിട്ട് പ്രീ കോഡഡ് ആണ്. സോ ഒരുവിധ പ്രൈസ് പ്രഷർ കൊണ്ടും സെൽ പ്രഷർ കൊണ്ടും പോകുന്നതല്ല. ആരും ഇവിടെ വന്നിട്ട് കോടികൾ കൊണ്ട് ബൈ ചെയ്യാൻ നോക്കിയാലും മാർക്കറ്റ് കയറുന്നില്ല. ഇവിടെ വന്നിട്ട് കോടികൾ ഉപയോഗിച്ച് സെല് ചെയ്യാൻ നോക്കിയാലും മാർക്കറ്റ് ഇറങ്ങുന്നില്ല. അത് പ്രീ ഡിഫൈൻഡ് ആണ് മാർക്കറ്റ് വന്നിട്ട് പ്രീ ഡിഫൈൻഡ് ലെവൽസ്, അതെല്ലാം അത് വെച്ചിട്ട് ഈ ആൽഗോറിതം ആണ് ഇത് ചെയ്യുന്നത്. ഈ ആൽഗോ വന്നിട്ട് പ്രൈസ് റീപ്രൈസ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. പ്രൈസിനെ റീപ്രൈസ് ചെയ്യുന്നു, നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം മാർക്കറ്റ് വന്നിട്ട് സെറ്റിൽമെന്റ്സ് കറക്റ്റായിട്ട് രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നു. സോ അതാണ് എൻറ്റയർ മാർക്കറ്റ് വന്നിട്ട്. നമ്മൾ ചിന്തിക്കുന്ന പോലെ മാർക്കറ്റ് വന്നിട്ട് പ്രഷർ വെച്ച് വർക്കാവുന്ന ഒന്നല്ല. ഈ യാഥാർത്ഥ്യം എന്ന് മനസ്സിലാവുന്നു അന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ലേണിംഗ് പാത്ത് വന്നിട്ട് മാറും. നിങ്ങൾ വന്നിട്ട് ശരിയായ രീതിയിലേക്ക് ലേൺ ചെയ്യാൻ ആരംഭിക്കും. ഈ ഒരു ധാരണയോടുകൂടി മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലേണിംഗ് വന്നിട്ട് കറക്റ്റായ റൂട്ടിലേക്ക് മാറിത്തരും. ആ റൂട്ട് വന്നിട്ട് കറക്റ്റായിട്ട് വരും നിങ്ങൾക്ക് വന്നിട്ട്. നമ്മൾ പഠിച്ചേക്കണം വന്നിട്ട് ബൈ പ്രഷർ കൊണ്ടും സെൽ പ്രഷർ കൊണ്ടും മാർക്കറ്റ് വന്നിട്ട് വർക്കാവുന്നു എന്നാണ്. വോളിയം ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ അങ്ങനെയാണ് പഠിച്ചേക്കണം. സോ അതല്ല റിയാലിറ്റി, അതല്ല. ഇതൊരു ആൽഗോറിതം ആണ് ഇത് വർക്കാവുന്നത്. ഈ ആൽഗോറിതം വെച്ചിട്ടാണ് ഈ മാർക്കറ്റ് വന്നിട്ട് വർക്കാവുന്നത്. താഴെയുള്ള ഈ ലോസിന് താഴെയുള്ള ഈ ലിക്വിഡിറ്റി പർജ് ചെയ്യുന്നു. ഈ ഇൻഎഫിഷ്യൻസീസ് വന്നിട്ട് ഈ ഇംബാലൻസ്, ഫെയർ വാല്യൂ ഗ്യാപ്സ്, ഇത് വന്നിട്ട് റീപ്രൈസ് ചെയ്യുന്നു. ഇത് രണ്ടുമേ ചെയ്യുന്നുള്ളൂ. ഈ റീപ്രൈസ് ചെയ്യുന്നതിന് ശേഷം ഇത് എന്ത് ചെയ്യും? അടുത്ത ഈ ലോസ് ഓർ ഹൈസ് ഇതിന് മേലേക്ക് ടാർഗറ്റ് ചെയ്യുന്നു. മാർക്കറ്റ് വന്നിട്ട് അതിന്റെ മേലെയുള്ള ലിക്വിഡിറ്റീനെ ടാർഗറ്റ് ചെയ്യുന്നു. അതിനുശേഷം അതെടുത്തു കഴിഞ്ഞ ഉടനെ ഇൻഎഫിഷ്യൻസീസ് ഉണ്ടാവും. അതിന് തിരിച്ച് ഇൻഎഫിഷ്യൻസീസ് എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ടാർഗറ്റ് ഹൈസ് ആൻഡ് ലോസ് വന്നിട്ട് ടാർഗറ്റ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഇന്റേണൽ റേഞ്ചിലേക്ക് കടന്ന് ഇൻഎഫിഷ്യൻസീസ് വന്നിട്ട് ക്ലിയർ ചെയ്യുന്നു. ഈ രണ്ട് പ്രിമിസസ്, ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് മാർക്കറ്റ് വന്നിട്ട് വർക്കാവുന്നത്. ഈ രണ്ട് കാര്യങ്ങളെ നിങ്ങൾക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റുന്നുള്ളൂ. ബൈ സൈഡ് ലിക്വിഡിറ്റി ഓർ സെൽ സൈഡ് ലിക്വിഡിറ്റി പർജാവുന്നു, സ്വീപ്പ് ആവുന്നു, ദെൻ ഇൻഎഫിഷ്യൻസീസ് ക്ലിയർ ആവുന്നു. ബാലൻസ്ഡ് പ്രൈസ് റേഞ്ചിലേക്ക് മാർക്കറ്റ് വന്നിട്ട് തിരിച്ചു വരുന്നു. ഇംബാലൻസ് സ്റ്റേറ്റിൽ നിന്നും ബാലൻസ് സ്റ്റേറ്റിലേക്ക് വരുന്നു. ഓക്കെ, സോ ഈ രണ്ട് കാര്യങ്ങളും പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് ഇതിനെ ബേസ് ചെയ്ത് മാർക്കറ്റ് വന്നിട്ട് വർക്കാവുന്നു. ഈ രണ്ട് കാര്യങ്ങളും പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് വെച്ചിട്ട് വർക്കാവുന്നു. ഈ രണ്ട് പ്രെമിസസ്. ഓക്കെ, സോ നമ്മൾ അറിയേണ്ടത് ഇവിടെ നമ്മൾ ഗോൾഡ് ബാക്ക് ലെവൽസിന്റെ പ്രസക്തി എന്താണെന്ന് നമ്മൾ അറിയണം. സോ ഗോൾഡ് ബാക്ക്
ഗോൾ ബാക്ക് ലെവൽസ് വന്നിട്ട് PO3 റേഞ്ചസിൽ ഫിക്സ്ഡ് ലെവൽസ് ആണ്. പവർ ഓഫ് 3 റേഞ്ചസ്. സോ വാട്ട് ഈസ് പവർ ഓഫ് 3 റേഞ്ചസ്? എന്താണ് പവർ ഓഫ് 3? ഞാൻ പറയുന്നത് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ അല്ല. ഞാൻ പറയുന്നത് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ അല്ല. നമ്മൾ എന്താണ് ICT കോൺസെപ്റ്റിൽ നിന്ന് പഠിച്ചതാണ്? പവർ ഓഫ് 3 എന്ന് പറയുന്നത് അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. സോ ദാറ്റ്സ് നോട്ട് ഈ ഒരു ഗോൾഡ് ബാക്ക് തിയറി. പവർ ഓഫ് 3 ഡീലിംഗ് റേഞ്ചസ്, അതിൻ്റെ ഉള്ളില് 14 ഗിബ്ഡ ലെവൽസ്, ഹഡിൽസ്റ്റൺ ലെവൽസ് എന്നും പറയാം. സോ ICT ഇന്നർ സർക്കിൾ ട്രേഡർ, ആളുടെ ഒറിജിനൽ നെയിം മൈക്കിൾ ജെ ഹഡിൽസ്റ്റൺ എന്നല്ല എന്നുള്ള കാര്യം വരെ നിങ്ങൾ ഈ തിയറിയിൽ പഠിക്കാൻ നേരത്ത് നിങ്ങൾ അറിയും. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് നിങ്ങൾ മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഞാൻ ഈ പറയണമെന്നൊക്കെയുള്ളത് നിങ്ങൾ ഡിമസ്റ്റിഫൈയിങ് ICT എന്നുള്ളൊരു ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ലഭിക്കുന്നതാണ്. സോ അപ്പോൾ എന്താണ് ഈ ലെവൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, എന്താണ് ഈ ലെവൽസിന്റെ പ്രാധാന്യം, എന്താണ് ഈ PO3? ഞാൻ പറയുന്നത് പവർ ഓഫ് 3 അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ അല്ല. നമ്മൾ മിസ്ലീഡ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു ICT. വാസ്തവത്തില് ICT യൂസ് ചെയ്യുന്ന പവർ ഓഫ് 3 നമ്പേഴ്സ് ആണ് ഈ കാണുന്ന ഈ കൊടുത്തിരിക്കുന്നതെല്ലാം. 3, 9, 27, 81 എല്ലാം 3ന്റെ ഗുണനം. 3 × 3 9, 9 × 3 27, 27 × 3 81, 81 × 3 243, × 3 229. ഇത് ഉപയോഗിച്ച് നമ്മൾ ഒരു ഡീലിംഗ് റേഞ്ച്. സോ നമ്മൾ ICT കോൺസെപ്റ്റിൽ പഠിച്ചേക്കുന്ന ഡീലിംഗ് റേഞ്ച് ഏതാണ്? ICT കോൺസെപ്റ്റ് പഠിച്ചവർക്ക് അറിയാം, ഒരു ഡീലിംഗ് റേഞ്ച് പറയുന്നത് ഈ ഹൈ ടു ഈ ലോ. So this is low, ഇത് ഹൈ, ആൻഡ് സെന്റർ പോർഷൻ വന്നിട്ട് നമുക്ക് ഈക്വിലിബ്രിയം. So below equilibrium we have discount and above equilibrium we have premium. ആ ഡീലിംഗ് റേഞ്ച് നമ്മൾ അങ്ങനെയാണ് ICT കോൺസെപ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഡീലിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. റീസെൻ്റ് ആയിട്ട് വരുന്ന റാൻഡം സ്വിങ്സ് നമ്മൾ മെഷർ ചെയ്ത് നമ്മൾ അങ്ങനെയാണ് പഠിച്ചേക്കുന്നത്. ബട്ട് എൻറ്റയർലി ICT ഇത് നമുക്ക് ഇങ്ങനെ പറഞ്ഞു തന്നു. ബട്ട് ശരിയായ രീതിയിൽ ICT അടക്കം ഡീലിംഗ് റേഞ്ച് നമുക്ക് അങ്ങനെയല്ല. ഡീലിംഗ് റേഞ്ച് ഫിക്സഡ് ആണ്. സോ മാർക്കറ്റ് വന്നിട്ട് ബൈ പ്രഷർ കൊണ്ട് സെൽ പ്രഷർ കൊണ്ടും വർക്കാവുന്നതാണെന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്, അല്ലേ? മാർക്കറ്റ് എന്താണ്? ബൈ പ്രഷർ കൊണ്ടും സെല്ല് പ്രഷർ കൊണ്ടും വർക്കാവുന്നു, മുകളിലേക്കും താഴേക്കും പോകുന്നു എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ അത് യാഥാർത്ഥ്യമല്ല, പൊട്ടത്തെറ്റാണ്. മാർക്കറ്റ് വന്നിട്ട് ആൽഗോ ബേസ്ഡ് ആണ്, ആൽഗോറിതമാണ് വർക്കാക്കുന്നത്. മാർക്കറ്റ് ആൽഗോ ബേസിൽ വർക്കാവുന്നതാണ് ഒന്നാണ്. മാർക്കറ്റ് ഒരിക്കലും ബൈ പ്രഷർ കൊണ്ടും സെൽ പ്രഷർ കൊണ്ടും വർക്കാവുന്നതല്ല. അത് പ്രീ ഡിഫൈൻഡ് ചെയ്ത് പ്രീ കോഡഡ് ആണ്. മാർക്കറ്റ് വന്നിട്ട് കോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്നാണ്, ആൽഗോറിതം ആണ്. അത് ബൈ പ്രഷർ കൊണ്ടോ സെല്ല് ചെയ്തുകൊണ്ടോ കോടികൾ ഉപയോഗിച്ച് ഇവിടെ ബൈ ചെയ്തുകൊണ്ടോ ഇവ കയറി പോയിട്ടില്ല. അതുപോലെ കോടികൾ മില്യൺസ് ഓഫ് ഡോളേഴ്സ് വെച്ച് ഇവിടെ സെല്ല് ചെയ്താലും ഇവിടെ വന്നിട്ട് താഴാൻ പോകുന്നില്ല. മാർക്കറ്റ് അത് ഓൾറെഡി കോഡ് ചെയ്ത് വെച്ചേക്കാണ്. ഇവിടെ ഇവിടെ കോടികൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാലാണ് മാർക്കറ്റ് മേളിലേക്ക് പോവുക. എന്തിനു വേണ്ടിയിട്ട്? അത് റീപ്രൈസ് ചെയ്യും, മാനിപ്പുലേറ്റ് ചെയ്യും. ഓർഡേഴ്സ് വന്നിട്ട് ട്രിഗർ ആവുന്നു. അവർക്ക് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കറക്റ്റ് ആയിട്ടുള്ള ഓർഡേഴ്സ് കിട്ടുന്നില്ല. നമ്മളും നോർമൽ പീപ്പിൾസും ഇവിടെ സെല്ല് ചെയ്യാൻ ആരംഭിക്കുന്നു, ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇവിടെ സെല്ല് ചെയ്യാൻ ആരംഭിക്കുന്നു. മാർക്കറ്റ് വന്നിട്ട് താഴേക്ക് പോവോ? അല്ല. മാർക്കറ്റ് എന്ത് ചെയ്യും? അല്ല, സ്റ്റോപ്പ് ഹണ്ട് ചെയ്യാനായിട്ട് റീപ്രൈസ് ചെയ്യുന്നു. മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്ത് ഓർഡേഴ്സ് വന്നിട്ട് ആ ഒരു സെറ്റിൽമെന്റ്സ് വന്നിട്ട് കറക്റ്റ് ആക്കണം. സെറ്റിൽമെന്റ്സ് കറക്റ്റ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് സെറ്റിൽമെന്റ്സ് നടത്തണം. ഒരു ഇൻഎഫിഷ്യൻസി മാർക്കറ്റിൽ ഉണ്ടാവാൻ പാടില്ല.
അങ്ങനെയുള്ള ഇൻഎഫിഷ്യൻസീസിനെ അപ്പം തന്നെ മാർക്കറ്റ് വന്നിട്ട് റീബാലൻസ് ചെയ്ത് സെറ്റിൽമെന്റ്സ് പ്രോപ്പറായിട്ട് റിസ്ക് ഫ്രീ ആയി കൊണ്ടുപോകാനായിട്ട് അൽഗോരിതം യൂസ് ചെയ്യുന്നു. അല്ലാതെ ബൈ പ്രഷർ കൊണ്ട് സെൽ പ്രഷർ കൊണ്ടും വർക്കാകുന്ന ഒന്നല്ല മാർക്കറ്റ്. സോ റാൻഡമായി നമ്മൾ അങ്ങനെയാണ് പഠിച്ചേക്കുന്നത്. നമ്മൾ വന്നിട്ട് അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ലേണിംഗ് പാത്ത് അതാണ്, നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന രീതിയാണ്. സോ ഇത് ഒരു കാര്യം നമുക്ക് ഡൈജസ്റ്റ് ആവാൻ കുറച്ച് പാടാണ്. ബട്ട് ഇതാണ് വാസ്തവം. ദിസ് ഇസ് ദ ഫാക്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വന്നിട്ട് നോക്കേണ്ടത്. ഈ ബൈ പ്രഷർ കൊണ്ടും സെൽ പ്രഷർ കൊണ്ടും അല്ല എങ്കിൽ, ഇത് ഓൾറെഡി കോഡഡ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ചില കളികളുണ്ട്. മാത്തമാറ്റിക്സ് യൂസ് ചെയ്ത് ഈ ആൽഗോന്റെ ഡീകോഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് കോപ്പി പ്ലാക്ക പവർ ഓഫ് 3 നമ്പേഴ്സ് യൂസ് ചെയ്ത് പവർ ഓഫ് 3 ഡീലിംഗ് റേഞ്ചസ് നമുക്ക് തന്നിരിക്കുന്നു. ആ പവർ ഓഫ് 3 ഡീലിംഗ് റേഞ്ചസ് യൂസ് ചെയ്ത് നമുക്ക് അതിനുള്ളിൽ 14 ഗോൾഡ് ബാക്ക് ലെവൽസ്. ദിസ് ഇസ് എൻറ്റയർലി എനിഗ്മ. ഗോൾഡ് ബാക്ക് കൺജക്ചർ മാത്തമാറ്റിക്സിലെ ഒരു വലിയൊരു പസിലാണ്. നിങ്ങളത് അത് ഒന്ന് റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഗോൾഡ് ബാക്ക് കൺജക്ചർ, ഒരു ഈവൻ നമ്പർ ഉണ്ടാവണമെങ്കിൽ 2 പ്രൈം നമ്പർ ആഡ് ചെയ്താൽ നമുക്കൊരു ഈവൻ നമ്പർ കിട്ടുന്നു. അപ്പൊ 2 പ്രൈം നമ്പർ, ഒരു ഈവൻ നമ്പറിന് പുറകിൽ 2 പ്രൈം നമ്പർ ഉണ്ട്. അതാണ് ഗോൾഡ് ബാക്ക് സ്റ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ 2 പ്രൈം നമ്പർ വന്നിട്ട് നമുക്ക് കിട്ടുന്നു. ഒരു ഈവൻ നമ്പർ വെച്ചിട്ട് നമുക്ക് 2 പ്രൈം നമ്പർ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. സോ അത് രണ്ടും ചേർന്നതാണ്, ആഡ് ചെയ്തെന്നാണ് ഒരു ഈവൻ നമ്പർ. അതാണ് ഗോൾഡ് ബാക്ക് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഗോൾഡ് ബാക്ക് വെച്ചിട്ട് നമുക്ക് 2 ഡിസ്കൗണ്ടും, അപ്പം ഞാൻ പറഞ്ഞു മാർക്കറ്റ് വന്നിട്ട് ഡിസ്കൗണ്ടും പ്രീമിയം അല്ലാതെ ഈ പാറ്റേൺ ബേസിലല്ല മാർക്കറ്റ് വന്നിരിക്കും വർക്കാവുന്നത്. സോ നമ്മുടെ എല്ലാം മെൻഡറിന്റെ മെൻഡറായ ICT ഇന്നർ സർക്കിൾ ട്രേഡർ മൈക്കിൾ ജെ ഹഡിൽസ്റ്റൺ അദ്ദേഹമേ പറഞ്ഞിരിക്കുന്നു, മാർക്കറ്റ് വന്നിട്ട് പാറ്റേൺ ബേസ്ഡ് അല്ല. അത് 2 പ്രിമിസസ്, ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം, ഇത് വെച്ചിട്ട് മൂവ് ചെയ്യണത്. സോ അപ്പോൾ ഈ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം, അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ടിന് ഒരു പ്രൈം നമ്പറും പ്രീമിയത്തിന് ഒരു പ്രൈം നമ്പറും നമ്മൾ എടുക്കുവാണ് ഇവിടെ. ഈ പ്രീമിയത്തിൻ്റെയും ഡിസ്കൗണ്ടിൻ്റെയും പ്രൈം നമ്പർ ആഡ് ചെയ്ത് നമുക്കൊരു 100% ഒരു 100% റേഞ്ച് വന്നിട്ട് നമ്മൾ ചൂസ് ചെയ്യാണ്. ചൂസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആ 100% റേഞ്ച് അവിടെ ക്രിയേറ്റ് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ 2 പ്രൈമും യൂസ് ചെയ്ത് ഒരു 100%. സോ നമ്മൾ റാൻഡം ആയിട്ട് ഈ കാണുന്ന റേഞ്ചസ് വന്നിട്ട് നമുക്ക് ഇവിടെ നമുക്ക് വന്നിട്ട് നമ്മുടെ ഫ്യൂച്ചർ നമുക്ക് കാണാൻ പറ്റും. കാരണം ഇത് ഈ PO3 ഡീലിംഗ് റേഞ്ച് പറയണത് ഒരിക്കലും റാൻഡം ആയിട്ട് ഉണ്ടാവുന്നതല്ല, മാർക്കറ്റിന്റെ ഫ്ലോയ്ക്ക് അനുസരിച്ച് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതൊന്നല്ല. ഇത് 0 പ്രൈസിൽ നിന്നും എത്ര പ്രൈസ് മാർക്കറ്റ് മേളിലേക്ക് പോയോ, എത്ര ഹയസ്റ്റ് പ്രൈസ് വരെ ആയി പോയിട്ടുണ്ടോ, അതിൻ്റെ ആ ഒരു ബേസിൽ നമുക്കിത് പ്രീ ഡിഫൈൻഡ് റേഞ്ചസ് ആണ്, ഫിക്സ്ഡ് റേഞ്ചസ് ആണ് PO3 റേഞ്ചസ്. അത് ഫിക്സ്ഡ് ആണ്, ഓൾറെഡി അത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് 0-ൽ നിന്ന് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഇപ്പോൾ 0-ൽ തൊട്ട് മാർക്കറ്റ് ആദ്യത്തെ നമ്മുടെ PO3 റേഞ്ച് വന്നിട്ട് 0 മുതൽ നമുക്ക് 3 പ്രൈസ് 3, അതാണ് ഹൈ വന്നിട്ട് നമുക്ക് വന്നിട്ട് 3-ഉം ലോ വന്നിട്ട് 0-യും ആണ് ആദ്യത്തെ ഡീലിംഗ് റേഞ്ച്. നമ്മുടെ ഫസ്റ്റ് ഡീലിംഗ് റേഞ്ച് വന്നിട്ട് 0-ൽ നിന്ന് 3 വരെ. അതിന് ശേഷമുള്ള അടുത്ത PO3 റേഞ്ച് എന്ന് പറയുന്നത് ഏതാണ്? 9 ആണ്. അപ്പോൾ രണ്ടാമത്തെ PO3 ഡീലിംഗ് റേഞ്ചിന്റെ ലോ ഏതാണ്? 0. അതിന്റെ ഹൈ ഏതാണ്? 9. മൂന്നാമത്തെ ഡീലിംഗ് റേഞ്ചിന്റെ ലോ ഏതാണ്? 0. അതിന്റെ ഹൈ ഏതാണ്? 27. അടുത്ത 4-ാമത്തെ ഡീലിംഗ് റേഞ്ച് 0, 81, ഹൈയും ലോയും. അപ്പോൾ അങ്ങനെ ഇത് ഒരു PO3 റേഞ്ചുകൾ വന്നിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഹൈ വന്നിട്ട് എക്സ്പാൻഷൻ, റേഞ്ച് വന്നിട്ട് എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കും. അടുത്തടുത്ത PO3 നമ്പറിലേക്ക് റേഞ്ച് വന്നിട്ട് എക്സ്പാൻഡ് ആവുന്നു. അടുത്തടുത്ത PO3 റേഞ്ചിലേക്ക് റേഞ്ച് വന്നിട്ട് എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ നമുക്ക് ഒരു PO3 റേഞ്ച് നമ്മൾ ചൂസ് ചെയ്യപ്പെട്ടാൽ അതിൻ്റെ പാർട്ടീഷൻ വൈസ് ആയിട്ട് അതും നമുക്ക് എടുക്കാം. ഓരോരോ പാർട്ടീഷനായിട്ട് നമുക്ക് എടുക്കാം. ഇതൊരു PO3 റേഞ്ച്. ഇത് ഏതിൻ്റെ? 729ൻ്റെ ഒരു PO3 റേഞ്ച്. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് 729ൻ്റെ ഒരു PO3 റേഞ്ച്. സോ ഈ റേഞ്ചിൻ്റെ
അടുത്ത പാർട്ടീഷൻ എന്ന് നമ്മൾ ചൂസ് ചെയ്യുന്നത് +1 അഡീഷണൽ റേഞ്ച്. അടുത്ത പാർട്ടീഷൻ നമുക്ക് അടുത്ത റേഞ്ച്, അടുത്ത പാർട്ടീഷൻ അതും നമ്മൾ മെഷർ ചെയ്താൽ 729 കിട്ടും. താഴെയുള്ളത് നമുക്ക് 729. ഇനി അതിൻ്റെ തൊട്ട് താഴെയും ഒരു പാർട്ടീഷൻ ഉണ്ട്, -1ഉം അഡീഷണൽ റേഞ്ച് ആഡ് ചെയ്താൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള പാർട്ടീഷൻ പ്രീവിയസ് പാർട്ടീഷൻ. ഇത് കറണ്ട് പാർട്ടീഷൻ. അടുത്തത് വന്നിട്ട് അതിൻ്റെ നെക്സ്റ്റ് പാർട്ടീഷൻ. സോ ഇങ്ങനെ പാർട്ടീഷൻ വൈസ് ആയിട്ടും എടുക്കാം. റേഞ്ച് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത പാർട്ടീഷൻ വന്നിട്ട് 2187. സോ അങ്ങനെ പാർട്ടീഷൻ വൈസ് ഇങ്ങനെ നമുക്ക് PO3 ഡീലിംഗ് റേഞ്ച് വന്നിട്ട് നമുക്ക് ചൂസ് ചെയ്യും. നമുക്ക് ഏതാണോ നമ്മുടെ ഒപ്റ്റിമൽ റേഞ്ച് അത് നമ്മൾ ചൂസ് ചെയ്യണം. നമ്മുടെ അസറ്റിനെ അടിസ്ഥാനമാക്കി നമ്മൾ ഏതാണോ അതിൻ്റെ ഒപ്റ്റിമൽ റേഞ്ച് എന്ന് നമ്മൾ ചൂസ് ചെയ്യണം. അത് നമ്മൾ ഒരു വലിയ ടൈം ഫ്രെയിമിൽ ചെന്നിട്ട് ഒരു 4 hour ചാർട്ടിലൊക്കെ ചെന്നിട്ട് നമ്മൾ മെഷർ ചെയ്യണം. ഈ നമ്മൾ ഒരു 243.81 റെക്ടാങ്കിൾ എടുത്ത് നമ്മൾ ആ ഒരു മെഷർമെന്റ് നമ്മൾ ചാർട്ടിൽ വന്നിട്ട് സ്വിങ്സ് വന്നിട്ട് മെഷർ ചെയ്യണം. ആ സ്വിങ്സ് മെഷർ ചെയ്ത് നമുക്ക് വന്നിട്ട് അതിൻ്റെ കറക്റ്റായിട്ട് ഏതാണോ റാൻഡമായിട്ട് നമ്മൾ കാണുന്ന സ്വിങ്സ് വന്നിട്ട് ഈ PO3 സൈസിൽ നമുക്ക് നോക്കാൻ പറ്റും. PO3 സൈസിൽ നമുക്ക് കിട്ടും. അങ്ങനെ ഏറ്റവും കൂടുതൽ തവണ വരുന്ന PO3 സൈസാണ് നമ്മുടെ ഒപ്റ്റിമൽ റേഞ്ച്, ഒപ്റ്റിമൽ PO3 ഡീലിംഗ് റേഞ്ച്. ഈ ഒപ്റ്റിമൽ PO3 ഡീലിംഗ് റേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ 3 റേഞ്ച്, അതിൻ്റെ ഉള്ളിൽ ഫ്രാക്ടൽ റേഞ്ചസും ഉണ്ട്. സോ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 3 ഫ്രാക്ടൽ റേഞ്ചസും നമുക്ക് ഉണ്ട്. കാരണം ഇത് വന്നിട്ട് 729 ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഈ ലോഡ് ടു ബ്രേക്കർ ഇവിടം വരെ നമുക്ക് ഒരു റേഞ്ച് ഉണ്ടാവും. 243ന്റെ 3 ചേർന്നതാണ് 729. മനസ്സിലായോ? 243ന്റെ 3 ചേർന്നതാണ് 729. സോ അപ്പം നമ്മൾ ടൈം ഫ്രെയിം ഷിഫ്റ്റ് ആവുന്ന അനുസരിച്ച് നമ്മൾ ആ ഡീലിംഗ് റേഞ്ചിനെ ഫ്രാക്ടൽ ചെയ്ത്, സോ ടൈം ആൻഡ് പ്രൈസ് ഈസ് ഫ്രാക്ടൽ. അതേപോലെ ഈ ഡീലിംഗ് റേഞ്ചിലും ഫ്രാക്ടൽസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇതാണ് പാർട്ടീഷൻ, 729 ആണ് നമ്മുടെ പാർട്ടീഷൻ എങ്കിൽ അതിന്റെ ഒപ്റ്റിമൽ ഏതായിരിക്കും? 2187. അതിന്റെ ഒപ്റ്റിമൽ റേഞ്ച് നമ്മൾ ഇതൊരു ഫ്രാക്ടൽ ആയിട്ട് എടുക്കുമ്പോൾ അതിന്റെ 729 2187ന്റെ ഉള്ളിലെ ഒരു പാർട്ട് മാത്രമായിരിക്കും ഈ 729. 729ന്റെ ഉള്ളിലെ ഒരു പാർട്ട് മാത്രമാണ്, ഒരു ചെറിയൊരു പാർട്ട്, ഒരു ഡീലിംഗ് റേഞ്ച്, ഒരു പാർട്ടാണ് നമുക്ക് 243ന്റെ റേഞ്ച് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ആ ടൈം ഫ്രെയിം ഷിഫ്റ്റ് ചെയ്ത് പോകുമ്പോൾ അതിന്റെ റേഞ്ചിനുള്ളിലേക്ക് നമുക്ക് പോകും. നമ്മൾ ആ റേഞ്ചിന്റെ നമ്മൾ ഏത് വിധത്തിലുള്ള ട്രേഡർ ആണോ അതിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മളൊരു സ്കാൽപ്പറാണ്, നമ്മൾ 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലെ നമ്മുടെ ആവശ്യത്തിന് ആ ഒരു ടൈമിനനുസരിച്ച് നമ്മൾ ആ റേഞ്ചിനെ ഫ്രാക്ടൽ ചെയ്ത് നമുക്ക് എടുക്കാം. സോ അങ്ങനെ ഈ പവർ ഓഫ് 3 ഡീലിംഗ് റേഞ്ചസ് വന്നിട്ട് ഇത് വെച്ചിട്ടാണ് മാർക്കറ്റ് വന്നിട്ട് നമുക്ക് വന്നിട്ട് ഡീകോഡ് ചെയ്ത് നമ്മൾ വന്നിട്ട് മാർക്കറ്റിന്റെ ഫ്യൂച്ചർ പ്രൈസസ് വന്നിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്. സോ ഫ്യൂച്ചർ പ്രൈസസ് നമുക്ക് വന്നിട്ട് ഇവിടെ ഓൾറെഡി നമുക്ക് അറിയാൻ പറ്റും. മാർക്കറ്റ് എവിടെ വരെ പോകും, മാർക്കറ്റ് എവിടെ നിന്ന് റിവേഴ്സ് ആകും, മാർക്കറ്റ് വന്നിട്ട് എവിടെയാണ് ഈ സ്മാർട്ട് മണി റിവേഴ്സൽ നടക്കുന്നത്, സ്മാർട്ട് മണി എവിടെ വന്നിട്ട് മാർക്കറ്റ് അക്യുമുലേഷൻ അവിടെ നടക്കുന്നു, മാർക്കറ്റ് എവിടെ അടുത്ത ഡിസ്ട്രിബ്യൂഷൻ ലെവൽ ഏതാണ്, അടുത്ത അക്യുമുലേഷൻ ലെവൽ ഏതാണ് ഈക്വിലിബ്രിയം പോയിന്റ്, എല്ലാം നമുക്ക് വന്നിട്ട് ഈ പവർ ഓഫ് 3 ഡീലിംഗ് റേഞ്ചസ് വന്നിട്ട് കാട്ടിത്തരും. അതിൻ്റെ ഉള്ളിലത്തെ ഈ ലെവൽസ് വന്നിട്ട് ദ റിയൽ PDRA മാട്രിക്സ്. സോ ICT കോൺസെപ്റ്റ് പഠിച്ചവർക്ക് അറിയാം PDRA മാട്രിക്സ്. ആ PDRA മാട്രിക്സ് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് ഈ വന്നിട്ട് മാർക്കറ്റ് വന്നിട്ട് കാട്ടിത്തരും. ഈ ഒരു പവർ ഓഫ് 3 ഡീലിംഗ് റേഞ്ചസ് വന്നിട്ട് യൂസ് ചെയ്യുമ്പോൾ മാർക്കറ്റ് നമുക്ക് കാണിച്ചു തരും എന്താണ് കറക്റ്റ് ആയിട്ടുള്ള PDRAs, എങ്ങനെയാണ് വന്നിട്ട് ഇന്റർ ബാങ്ക് പ്രൈസ് ഡെലിവറി അൽഗോറിതം, നോട്ട് ബൈ പ്രഷർ ആൻഡ് സെൽ പ്രഷർ, അൽഗോറിതം യൂസ് ചെയ്താണ് മാർക്കറ്റ് പോകുന്നത്. സോ ഇന്റർ ബാങ്ക് പ്രൈസ് ഡെലിവറി അൽഗോറിതം, ഈ അൽഗോറിതം വന്നിട്ട് മാർക്കറ്റ് സെറ്റിൽമെന്റ് ബേസിൽ വർക്ക് ആവുന്നു. സോ നമ്മൾ ഫോറക്സിലേക്കും US മാർക്കറ്റും എല്ലായിടത്തും നോക്കിയാലും ഇത് തന്നെ, എല്ലാ മാർക്കറ്റും ഈ ആൽഗോ ബേസിലാണ്. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു സ്വിച്ച് നെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഓർഡറായി, ബൈയോ സെൽ ഒരേ അടിയിൽ നമുക്ക് ഇവിടെ ഇരുന്ന് ഒരു മൊബൈലിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന അത്തരം തരത്തിൽ മാർക്കറ്റ് വന്നിട്ട് ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് ആയി. എല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി വികസിപ്പിച്ചു. അതിനനുസരിച്ച് ആൽഗോയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ആൽഗോ ട്രേഡിംഗ് ആണ്, അൽഗോറിതം ആണ് യൂസ് ചെയ്യുന്നത്.
പ്രൈസ് ഡെയിലി ബുക്ക് ചെയ്യാനായിട്ട്, പ്രൈസസിനെ ബുക്ക് ചെയ്യാനായിട്ട് ആൽഗോനെ യൂസ് ചെയ്യുന്നു ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വലിയ വലിയ ബാങ്ക്സ്, സെൻട്രൽ ബാങ്ക്സ്. സോ നമ്മൾ വിചാരിച്ച് വെച്ചിരിക്കുന്ന ഈ ബൈ പ്രഷർ കൊണ്ടും സെൽ പ്രഷർ കൊണ്ടും ഒന്നും പോകുന്ന ഒന്നല്ല ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ് വന്നിട്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് വന്നിട്ട് ഇവിടെ എന്താണ് ഗുണം, ഇതേപോലെ മാത്തമാറ്റിക്കലി നമ്മൾ വന്നിട്ട് ഗോൾഡ് ബാക്ക് യൂസ് ചെയ്താൽ നമുക്ക് വന്നിട്ട് അതിന്റെ ഹൈ ഓഫ് ദ ഡേ ഓർ ലോ ഓഫ് ദ ഡേ എല്ലാം നമുക്ക് മെഷർ ചെയ്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ അത് എല്ലാ മാർക്കറ്റിലും, ഈവൻ ഇന്ത്യൻ മാർക്കറ്റ് അടക്കം എല്ലാ മാർക്കറ്റിലും നമുക്കത് പറയാൻ പറ്റും, കൃത്യമായി പ്രവചിക്കാൻ പറ്റും മാർക്കറ്റിനെ. കാരണം ഒരു നമ്മൾ ഈ കാണുന്ന റാൻഡം സ്വിങ്സ് ഒക്കെ വന്നിട്ട് ഒരു 2 പ്രൈംസ് ആഡ് ചെയ്യുന്നതാണ്. 2 പ്രൈംസ് വന്നിട്ട് 2 പ്രൈം ലെവൽസ് ഈ ഒരു ഗോൾഡ് ബാക്ക് ലെവൽസ് വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ അപ്പൊ ഗോൾഡ് ബാക്ക് എന്ന് പറയുന്നത് ഒരു വലിയൊരു എനിഗ്മ, ഒരു അഡ്വാൻസ്ഡ് ICT കോൺസെപ്റ്റ് ആണ് ഗോൾഡ് ബാക്ക് തിയറി. സോ അത് നമുക്ക് അടുത്തടുത്ത വീഡിയോസിൽ ഇതിന്റെ ഫുൾ വേർഷൻ നമുക്ക് വന്നിട്ട് പരിചയപ്പെടാം. സോ ഇന്നത്തേക്ക് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. സോ ഇത് കൂടുതലായും നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമുക്ക് വന്നിട്ട് കോഴ്സ് ഞാൻ വന്നിട്ട് കോഴ്സ് വന്നിട്ട് കൊടുക്കുന്നുണ്ട്. തമിഴിലാണ് കൊടുത്തിട്ടിരുന്നത്, ഇപ്പോൾ വന്നിട്ട് മലയാളത്തിലേക്ക് നമുക്ക് വന്നിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സോ നമുക്ക് വേണ്ടവർ വന്നിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യുക, നമ്മൾ വന്നിട്ട് കോഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ.